നമസ്കാരം, ഞാൻ മൃണാൾ. ജയറാം നായകനായിട്ടുള്ളൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഉള്ള കഥാപാത്രം ഭർത്താവിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ചേട്ടാ, ഒരു ലോട്ടറി അടിക്കുക, ലോൺ കിട്ടുക, എന്തെങ്കിലും മതിയായിരുന്നു എന്ന്. ഈ ലോട്ടറി അടിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാശ് എന്ന് പറയുന്നതും ലോണും ഒരുപോലെ കാണുന്ന ഒരവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത്, ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു 2 ലക്ഷം കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അത് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ പല രീതിയിൽ അന്വേഷിച്ചപ്പോൾ, അതായത് അത് ആവശ്യമുള്ള പാക്കേജുകൾ ആവശ്യമുള്ള ആൾക്കാർ, ബിസിനസ്സുകാരൊക്കെ കുറച്ച് പരിചയത്തിലുള്ളതുകൊണ്ട് അന്വേഷിച്ചാണ് എങ്ങനെ കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട്. അതിൽ എല്ലാം കിട്ടിയവർക്കെല്ലാം കിട്ടിയത്, എൻ്റെ പരിചയത്തിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയവർക്കെല്ലാം കിട്ടിയത് ലോണുകളായിട്ടാണ്, അല്ലെങ്കിൽ ലോൺ അടക്കാനുള്ള കാലാവധി നീട്ടിക്കൊടുത്തിട്ടാണ്. അവരെല്ലാവരും അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഇത് അവെയിൽ ചെയ്തവർ, വാങ്ങിച്ചവർ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് ലോൺ കിട്ടി. ഈ ലോൺ എന്ന് പറയുന്നത് നമ്മുടെ പൈസയല്ല, ആണോ? ക്രെഡിറ്റ് കാർഡ് നമ്മുടെ പൈസയാണോ? അതായത് നമ്മൾ ഒരു വണ്ടി, അതിന് പെട്രോൾ അടിക്കുന്നു, സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുക്കുന്നു, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ കൊടുക്കുന്നു. ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം വിഡ്ഢികളാണോ നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു, സ്വന്തം കയ്യിലുള്ള പൈസ, അതായത് പാർട്ട്നേഴ്സ് സ്വരൂപിച്ചെടുത്ത പൈസ, സ്വന്തം പൈസ, അതുകൊണ്ട് തുടങ്ങുന്നു. സെക്കൻഡ് ഓപ്ഷൻ, ലോൺ എടുത്തിട്ട് ആരുടെങ്കിലും വായ്പ വാങ്ങിയിട്ട് ബാങ്കിൽ നിന്ന് എടുത്തിട്ട് എങ്ങനെയായാലും തുടങ്ങുന്നു. ഇത് രണ്ടും ഒന്നാണോ? നമ്മളങ്ങനെ പലപ്പോഴും വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ബിസിനസ്സുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണാറുണ്ട്. അസറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണ് സാധാരണ തുടങ്ങുന്നത്? ഇപ്പം UK അല്ലെങ്കിൽ യൂറോപ്പിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് ഞാൻ നേരിട്ട് കണ്ടു തന്നിട്ടുണ്ട്. USA കണ്ടിട്ടുണ്ട്, ഏഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് ഒരു ബിൽഡിങ്ങിനകത്ത് ഇൻറ്റീരിയർ ബിൽഡ് ചെയ്തിട്ട്, ഫർണിച്ചർ ഇട്ട്, കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ഇട്ട്, സ്റ്റാഫ്, യൂണിഫോം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്. വളരെ അപൂർവ ആളുകൾ മാത്രമാണ് സ്വന്തം ബിൽഡിങ്ങിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങുക. സ്വന്തം ബിൽഡിങ്ങോ വാടകയ്ക്കെടുത്ത ബിൽഡിങ്ങോ എന്തോ ആവട്ടെ, ഇതിലെന്താണ് അസറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സത്യത്തിൽ ഇതൊന്നും അസറ്റല്ല. ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, അത് അസറ്റാണ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ്, ഇപ്പം ഒരു ഉദാഹരണത്തിന് കൊച്ചിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് 4-5 കൊല്ലം മുമ്പ് അക്വയർ ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സ് ഞാൻ അടുത്ത് കണ്ടു തന്നിട്ടുണ്ട്. അതിൽ ആ കൊച്ചിയിലുള്ള ആ റെസ്റ്റോറൻറ്റ് അക്വയർ ചെയ്തത് അപ്പോൾ ആരോ ഒരാൾ കുറേ പൈസ ചിലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റാണ്. പുതിയ അക്വയർ ചെയ്ത ആൾക്കാർ അത് മുഴുവൻ ഇൻറ്റീരിയർ മുഴുവൻ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കിച്ചണും ചിലപ്പോൾ വാൾസ് വരെ മാറ്റും. ദുബായിൽ 10-15 കൊല്ലം മുമ്പ് ഏറ്റവും പേര് കേട്ട റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുമ്പോൾ, അതിന് മുമ്പുണ്ടായിരുന്ന അവിടെ ഒരു ചെട്ടിനാട് റെസ്റ്റോറൻറ്റോ മറ്റോ ആണ്, അവിടെ എല്ലാം മാറ്റിയ, സ്റ്റേ കേസ് മുതൽ എല്ലാം മാറ്റേണ്ടി വന്നു. അങ്ങനെ തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയത്. പുതിയ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ പുതിയ ആംബിയൻസ്, പുതിയ ഫർണിച്ചർ, പുതിയ സെറ്റപ്പ്, പുതിയ എക്യുപ്മെൻറ്റ്സ് എല്ലാം അങ്ങനെയായിരിക്കും. കാരണം പഴയ ആൾക്കാർ കൊടുത്തിട്ടുള്ള മെനുവോ പഴയ ആൾക്കാരുടെ സിസ്റ്റമോ ഒന്നും ആയിരിക്കില്ല പുതിയ റെസ്റ്റോറൻറ്റിൽ. നമ്മൾ എന്ത് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും, എക്യുപ്മെൻറ്റ്സോ ഫർണിച്ചറോ ഇൻറ്റീരിയറോ എന്തായാലും, ആ റെസ്റ്റോറൻറ്റ് ഫെയിലിയർ ആയിട്ട് അത് വിൽക്കേണ്ടി വരുന്ന പോയിന്റ് അതൊക്കെ സ്ക്രാപ്പാണ്. എത്രയോ തവണ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഈ അടുത്ത കാലത്തും ഒരു റെസ്റ്റോറൻറ്റ് 1-1.25 കോടി രൂപ ചിലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റ്, അത് വിൽക്കാൻ നോക്കുമ്പോൾ ആരും അതിന് വില കാണുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ബിൽഡിങ്ങും അവർ ആ സ്പേസും മാത്രമേ കാണുന്നുള്ളൂ. വാങ്ങാൻ വരുന്നവർ, അവർക്ക് ആ എക്യുപ്മെൻറ്റ്സ് വേണ്ട. കാരണം അവർ പുതിയ മെനു ആണ് അവിടെ കൊടുക്കാൻ പോകുന്നത്. അവരുടെ ഉദ്ദേശം തന്നെ വേറൊരു ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റാണ്. സീരിയസ് ആയിട്ട് വാങ്ങാൻ വന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. ഫർണിച്ചറും കാര്യങ്ങളൊന്നും അവർക്ക് പറ്റുന്ന രീതിയിലാണെന്ന് അവർക്ക് തോന്നിയില്ല. പിന്നെ ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ 3-4 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഈ സെയിൽ മിക്കവാറും നടക്കുക. അതായത് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ. എത്രയോ തവണ കണ്ട കാര്യം ഞാൻ പറയുന്നത്. റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് പറ്റുന്നതല്ല, നടത്താൻ പറ്റുന്നതല്ല എന്ന് തോന്നാൻ തുടങ്ങും. അതിന് ചിലപ്പോൾ 6 മാസം 1 വർഷം എടുക്കും. എന്നിട്ട് പിന്നെ ഇത് എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കും. 1 വർഷം എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ടുപോകും. പിന്നെ അത് ആർക്കെങ്കിലും മേൽ വാടക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മുടെ പ്രോപ്പർട്ടി വേറൊരാൾക്ക് ഒരു അഡീഷണൽ റെൻറ്റ് ചാർജ് ചെയ്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ അഡീഷണൽ റെൻ്റാണ് നമ്മുടെ വരുമാനം. അങ്ങനെ കൊടുക്കാനും അങ്ങനെ പലതും നോക്കി 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുക, നമുക്ക് പറ്റിയ പണിയല്ല, നമ്മുടെ കടങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ്, എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. അപ്പോഴേക്കും എന്താവും? ആർക്കും വേണ്ടാത്ത രീതിയിലേക്ക് ആ ഫർണിച്ചറിൻ്റെ അവസ്ഥയും എക്യുപ്മെൻറ്റിൻ്റെ അവസ്ഥയും പോയിട്ടുണ്ടോ? സോ ഫുൾ സ്ക്രാപ്പായിരിക്കും. നിസ്സാര വില.
ഈയിടെ പാലക്കാട് എൻ്റെ ഒരു ഫ്രണ്ട് 1 കോടിയുടെ അടുത്ത് ചിലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറൻറ്റ് വാങ്ങിച്ചത് 20 ലക്ഷത്തിൽ താഴെ രൂപയ്ക്കാണ്. ഉണ്ടാക്കിയ ആൾക്ക് 80 ലക്ഷം രൂപ പോയി. അപ്പോൾ അതയാൾ ലോൺ എടുത്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ എന്താ അയാളുടെ അവസ്ഥ? ദയനീയല്ലേ? അതുപോലെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുക എന്നുള്ളത്. ചില റെസ്റ്റോറൻറ്റ്സ് തുടങ്ങി ശമ്പളം കൊടുക്കാൻ വേണ്ടി കടം മേടിക്കുക, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടം മേടിക്കുക. അതൊക്കെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നടത്തിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അത് മുന്നോട്ട് പോവില്ല. ചെയ്യരുത്. അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും റെസ്റ്റോറൻറ്റ്സിൽ ലോൺ എടുക്കാൻ പറ്റില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്ത് അസറ്റ്സാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഒന്നുമില്ല. പിന്നെ സക്സസ്ഫുൾ ആയ യെസ്, അതായത് നമ്മുടെ ടോട്ടൽ വരുമാനത്തിൻ്റെ 10% ആയിരിക്കും നമ്മുടെ ഏകദേശം എല്ലാ ചിലവുകളും, ടാക്സസും, സംഭവങ്ങളും, സംഭാവന കൊടുക്കൽ മുതലായ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് 10% ആയിരിക്കും നമ്മൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഒരു പകുതി, അതായത് ടോട്ടൽ റവന്യൂൻ്റെ, ടോട്ടൽ മന്ത്ലി റവന്യൂൻ്റെ ഒരു 5%ഒക്കെയാണ് EMI എന്ന് വിചാരിക്കുക ലോണിൻ്റെ. ഒരു പ്രശ്നമില്ല, കംഫർട്ടബിളായിട്ട് അടച്ചു പോകും. പക്ഷെ എത്ര പേർക്ക് കിട്ടും ആ സക്സസ്? 1000 റെസ്റ്റോറൻറ്റ് തുടങ്ങിയ 10-25 പേർക്ക് കിട്ടും ആ സക്സസ്. ബാക്കിയുള്ളവർ എന്തു ചെയ്യും? ലോൺ എവിടെ നടക്കും? എത്രയോ ബിസിനസ്സുകൾ ഇങ്ങനെ അവിടെ ബ്രാഞ്ച് തുടങ്ങുന്നു, ഇവിടെ ബ്രാഞ്ച് തുടങ്ങുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു. മിക്കവാറും എല്ലാ പൈസയും കടം മേടിച്ച പൈസയിലായിരിക്കും. ഇത് ഞാൻ ചെറിയ ബിസിനസ്സുകളുടെ കാര്യം മാത്രമല്ല പറയുന്നത്. പല സംഭവങ്ങളും ഇപ്പം മിഡിൽ ഈസ്റ്റിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വലിയ കമ്പനികൾ ഒരു ദിവസം ഇല്ലാണ്ടായെന്ന് കേൾക്കാറില്ലേ? വലിയ ആൾക്കാരാണ് എന്ന്, ഫൈനാൻഷ്യലി വലിയ ആൾക്കാരാണെന്ന് സമൂഹം വിചാരിക്കുന്ന ആൾക്കാർ ഒരു ദിവസം രാവിലെ ഒന്നും അല്ലാതാവാറില്ലേ? കിങ്ഫിഷർ എയർലൈൻസ് മുതൽ പലതും ഇവിടെ പൂട്ടിയില്ലേ? കിങ്ഫിഷർ എയർലൈൻസിൽ നല്ല പ്രൊഡക്റ്റായിരുന്നു, അല്ലാന്ന് ആരും പറയില്ല. കിങ്ഫിഷർ എയർലൈൻസിൽ ട്രാവൽ ചെയ്തിട്ടുള്ള എല്ലാവരും പറയും അത് അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല സർവീസ് ആയിരുന്നു, ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എയർലൈൻ ആയിരുന്നു. തീർച്ചയായിട്ടും പറയും. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ എത്ര കമ്പനികളാണ് അങ്ങനെ ആവുന്നത്. ഇത് നമ്മൾ പൊളിഞ്ഞിട്ടാണ് നമ്മൾ അറിയുക. 1000 കോടി ബാങ്കിൽ നിന്ന് കടമെടുത്തിരുന്നു, 10,000 കോടി കടമെടുത്തിരുന്നു. അപ്പോൾ ആ ബിസിനസ്സുകളുടെ സൈസിനനുസരിച്ച് അത് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ബിസിനസ്സിൻ്റെ സൈസിനനുസരിച്ച് ചിലപ്പോൾ അത് കുറവായിരിക്കും. പക്ഷെ എന്നാലും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പോയിന്റിലേക്ക് എത്തും. ഇപ്പോൾ അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ലോൺ എടുക്കാം എന്നാണ് ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് പറയുക. ഞാൻ ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. റെസ്റ്റോറൻറ്റുകളിൽ അസറ്റ് ക്രിയേഷൻസ് നടക്കുന്നില്ല, അതാണ് സത്യം. അത് നമ്മൾ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്ത കോൺസെപ്റ്റിൽ വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾ അസറ്റ് എന്ന് വിചാരിക്കുന്ന എല്ലാം പിന്നെ സ്ക്രാപ്പ് വില ഉണ്ടാവുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള കട്ട്ലറി, ക്രോക്കറി, പ്ലേറ്റ്സ്, ഫർണിച്ചർ എല്ലാം വാങ്ങാൻ വരുന്ന ഒരാൾ സ്ക്രാപ്പ് വിലയെ കാണുള്ളൂ. അതാണ് റിയാലിറ്റി. ഇത് നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ പൂട്ടിക്കിടക്കുന്ന റെസ്റ്റോറൻറ്റ്സ് വിൽക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ മതി. നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കുമോ അവിടെയുള്ള സാധനങ്ങൾ? തീർച്ചയായിട്ടും ആ സാധനങ്ങളെല്ലാം ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ചിലവാക്കി മേടിച്ചതുമായിരിക്കും. ഇറ്റാലിയൻ മാബിളൊക്കെ ഇട്ടിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അതായിരിക്കില്ല വേണ്ടി വരിക. നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും ഇത് വേണ്ടി വരിക. ഈയിടെ കോഴിക്കോടുള്ള ഒരു റെസ്റ്റോറൻറ്റ് മെസ്നൈൻ ഫ്ലോർ ഉണ്ടാക്കുക അവർ ചെയ്ത്. വലിയൊരു ഹൈറ്റിൽ ഭയങ്കര സംഭവമായിട്ട് പ്ലാൻ ചെയ്ത ബിൽഡിങ്ങിൽ മെസ്നൈൻ ഫ്ലോർ ഉണ്ടാക്കുക അവർ ചെയ്ത്. അപ്പോൾ ഒറിജിനൽ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയില്ലേ? എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്, എപ്പോഴും കണ്ട് വിഷമിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ലോൺ എടുത്ത് ചെയ്യുന്ന കാര്യം വെരി ഡിഫിക്കൽട്ട്. അത് ബഹുഭൂരിഭാഗ സമയങ്ങളിലും ആ ബിസിനസ്സിൻ്റെയും ചിലപ്പോൾ ആ ബിസിനസ്സിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയും ഒരു ഫൈനാൻഷ്യൽ തകർച്ച, ഫൈനാൻഷ്യൽ റൂയിനേഷനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനത്തെ ചരിത്രങ്ങളാണ് ബഹുഭൂരിഭാഗം. ഞാൻ പറയുന്നു, ഞാൻ ഫൈനാൻഷ്യൽ എക്സ്പേർട്ടല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. എത്രയോ തവണ ഇത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള കടങ്ങളിൽ പെട്ടിട്ട് ആ കടങ്ങൾ തിരിച്ചടക്കാൻ വേണ്ടി രാവും പകലും ജോലി ചെയ്യുന്ന, തിരിച്ചൊന്നും കിട്ടാതെ കിട്ടുന്ന പൈസ മുഴുവൻ കടങ്ങളിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എത്ര കാലം ജോലി ചെയ്താലാണ് ഈ കടങ്ങൾ തീരുക എന്ന് വേവലാതിപ്പെടുന്ന ആളുകൾ കാണാറുണ്ട്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ മേ ബി ഒരു 1 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റിൽ 10-20 ലക്ഷം രൂപ കടമുണ്ടാകുന്നത് മേ ബി ഫൈൻ ആയിരിക്കും. പക്ഷേ അതിൻ്റെ മേലേക്ക് പോവുക എന്ന് പറയുന്നത് എല്ലാ റിസ്ക്കാണ്. എത്രയോ ബാർ മുതലാളിമാർ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണിത്. അതായത് ലോൺ എടുത്ത് ബാർ തുടങ്ങി, സീരിയസ് ഇഷ്യൂ. കാരണം അത്രയും ക്രൗഡഡായി മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ് മാർക്കറ്റും ഓവർ ക്രൗഡഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പലരുടെയും സക്സസ് സ്റ്റോറീസ് കേട്ടിട്ട് ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇതിൻ്റെ പുറകെ പോകും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ
ഫൈനാൻഷ്യൽ റൂയിനേഷനായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, അങ്ങനെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ലോൺ എടുത്തിട്ട് ഒരു സംഭവം തുടങ്ങുന്നതിന് പകരം കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക, അതായത് ചവക്കാൻ പറ്റുന്നത്ര മാത്രം കടിക്കുക, എന്നിട്ട് അത് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഓർഗാനിക് ഗ്രോത്തിനെ പറ്റി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. മറ്റത് ഡേഞ്ചറസ്, വെരി വെരി ഡേഞ്ചറസ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. താങ്ക് യു.